ഫ്ലുവൻ്റായി സംസാരിക്കുക എന്നത് എല്ലാവർക്കും ഒരു കീറാമുട്ടിയാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്തവർ പോലും ഒഴുക്കോടെ സംസാരിക്കാൻ പ്രയാസപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം ആൾക്കാർക്ക് സംസാരിക്കാൻ കഴിയാത്തത്? ഉത്തരം സിമ്പിളാണ്: ഭയം. എല്ലാം പഠിച്ചു, ഭംഗിയായി എഴുതാൻ വരെ പഠിച്ചു, പക്ഷേ സംസാരിക്കാൻ മാത്രം ശ്രമിച്ചില്ല. സംസാരിച്ച് ഭയം മാറ്റാത്തത് കൊണ്ടാണ് മേൽപ്പറഞ്ഞവർക്ക് ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയാതെ പോകുന്നത്. ഇംഗ്ലീഷ് വ്യാകരണ നിയമങ്ങൾ ഭംഗിയായി പഠിച്ചവരാണെങ്കിലും പറഞ്ഞ് അറപ്പ് തീരാതെ ഒരാൾക്കും ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ചുറ്റുമൊന്ന് നോക്കൂ. പാർക്കിലായാലും ബീച്ചിലായാലും ഹോട്ടലിലായാലും ഒക്കെ തീരെ വിദ്യാഭ്യാസം കുറഞ്ഞവർ നന്നായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? അവിടെ ഇംഗ്ലീഷ് പഠിക്കേണ്ടത് അവൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവൻ തൻ്റെ മുന്നിൽ വരുന്നവരുമായി ആശയവിനിമയം നടത്തിയേ മതിയാകൂ. എന്നാൽ ഓർക്കുക, അങ്ങനെ സംസാരിക്കുന്നവർക്ക് വ്യാകരണ തെറ്റ് കൂടാതെ ഒരു വാക്യമെങ്കിലും ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വ്യാകരണം പഠിക്കുകയും അറപ്പ് കൂടാതെ പറയുന്നത് തെറ്റാണെങ്കിലും പറഞ്ഞ് ശീലിക്കുകയും ചെയ്താൽ മാത്രമേ ഇംഗ്ലീഷ് എന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്വായത്തമാവുകയുള്ളൂ. ഒരു വീട് നിർമ്മിക്കുന്നതിന് അടിത്തറ ഭംഗിയായിട്ട് ആദ്യം ചെയ്യണം. അതുപോലെയാണ് ഇംഗ്ലീഷിൻ്റെ അടിത്തറ അതിൻ്റെ ഗ്രാമർ തന്നെയാണ്. അതിന് നമ്മൾ പഠിക്കുക തന്നെ വേണം. നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരിക്കലും പറയരുത്, ഞാൻ ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുന്നില്ല, ഐ ഡോണ്ട് ലൈക്ക് ഇംഗ്ലീഷ് ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ഇംഗ്ലീഷ് ഗ്രാമർ. ബട്ട് ആൾവേസ് യു സേ ഐ ലവ് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് ഐ ലവ് ഇംഗ്ലീഷ് ലാംഗ്വേജ് because your mind is so powerful that as you visualize, things will happen in your life. നമ്മുടെ മനസ്സാണ്. നമ്മൾ എന്ത് ചിന്തിച്ചാലും നമ്മുടെ മനസ്സ് ഏറ്റെടുക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ മനസ്സിൽ അത് ഊന്നി പറയുക, ഞാൻ ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുന്നു, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും, ഞാൻ ഗ്രാമർ പഠിക്കും, ഞാൻ ഗ്രാമർ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ തന്നെ പറയണം. ചെറുപ്പകാലത്ത് നമ്മൾ പഠിച്ച രീതി ഓർത്തിട്ടുണ്ടോ? അതായത് ഒരു ബുക്ക് എടുത്ത് വെച്ച് ഒരു കാക്കയുടെ പടം കാണിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പൂച്ചയുടെ പടം കാണിച്ചിട്ട് CAT ക്യാറ്റ്, ഇത് പൂച്ചയാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പം മലയാളത്തിലാണ് നമ്മളത് പഠിച്ചത്. അപ്പോൾ അങ്ങനെ മലയാളത്തിൽ പഠിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മാതൃഭാഷ മലയാളമായതുകൊണ്ട് ഒരു തമിഴനായാലും ഒരു കന്നഡക്കാരനായാലും ഹിന്ദിക്കാരനായാലും ഇത്തരത്തിൽ അവൻ്റെ ഭാഷയിലാണ് അത് ആദ്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ പിന്നീട് നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ മലയാളത്തിൽ ഉള്ള കാര്യങ്ങൾ മനസ്സിൽ ഓർത്തിട്ടാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. ആ ട്രാൻസ്ലേഷൻ പ്രോബ്ലമാണ് നമുക്ക് പലപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാതെ പോകുന്നത്. നമുക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ മലയാളത്തിലെ വാക്കുകൾ തപ്പിപ്പോകും. ആ തപ്പിപ്പോകുമ്പോഴാണ്, അത് കിട്ടാതെ വരുമ്പോഴാണ് സ്റ്റക്കാവുന്നത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് അത് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞ് പഠിക്കണം. ഇംഗ്ലീഷിൽ പറഞ്ഞ് ശീലിച്ചെങ്കിൽ മാത്രമേ അത് നമ്മുടെ മനസ്സിലേക്ക് കയറുകയുള്ളൂ. ചിന്തിക്കാം, വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു ലേൺ ഇംഗ്ലീഷ് ഗ്രാമർ? ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ ഏറ്റവും ശരിയായ മാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ എളുപ്പമാണ്, സിമ്പിളാണ്. അതിനുത്തരം നമ്മുടെ പഠന രീതിയാണ്. നമ്മുടെ പഠന രീതി 2 രീതിയിലാണ് സംഭവിക്കുന്നത്. അത് ഒന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിക്കുന്നു, രണ്ടാമത്തെ രീതി പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുന്നു. പഠിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ഉൾക്കൊള്ളുകയും അത് പരീക്ഷയ്ക്കോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. പക്ഷേ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ കൂടുതൽ അതിലേക്ക് വരികയും നമ്മൾ കൂടുതൽ ജാഗരൂകരാകുകയും നമ്മുടെ ഗ്രാസ്പിംഗ് പവർ കൂടുകയും വരികൾക്കിടയിൽ വായിക്കാൻ കഴിയുകയും ചെയ്യുന്നതുകൊണ്ട്
നമ്മൾ കൂടുതൽ പഠിക്കുന്നു. മാത്രമല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നയാൾക്ക് അത് മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കയറിക്കൂടുന്നു. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നതിന് മുൻപ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ബേസ്മെൻറ്റ് ശരിയാക്കേണ്ടതുണ്ട്. അതാണ് ഗ്രാമർ. തെറ്റുകൂടാതെ ഇംഗ്ലീഷ് എഴുതുന്നതിന് ഗ്രാമർ അത്യാവശ്യമാണ്. ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ഗ്രാമർ? എന്താണ് ഗ്രാമർ? ഇങ്ങനെ അത് ഡിഫൈൻ ചെയ്യാം. ദ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് വേർഡ്സ് ഇൻ എ സെൻറ്റൻസ് ഈസ് കോൾഡ് ഗ്രാമർ. അടുക്കും ചിട്ടയോടും കൂടി ഒരു വാക്യത്തിൽ വാക്കുകളെ അറേഞ്ച് ചെയ്യുന്നതിന്, ക്രമീകരിക്കുന്നതിന്, അർത്ഥപൂർണമായി ക്രമീകരിക്കുന്നതിനാണ് ഗ്രാമർ എന്ന് പറയുന്നത്. വാക്കുകളെ കൃത്യമായി അടുക്കി വയ്ക്കണം. ഒരു വാക്കെന്താണെന്ന് നമുക്കറിയാം. അക്ഷരങ്ങൾ ചേരുന്നതാണ് വാക്കുകൾ. ലെറ്റർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് വേർഡ്. അങ്ങനെ പല വാക്കുകൾ ചേരുന്നതാണ് ഒരു സെൻറ്റൻസ്. അപ്പോൾ സെൻറ്റൻസിന് എന്താണെന്ന് പറയാം? സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. അങ്ങനെയാണെങ്കിൽ പ്രധാനമായിട്ടും ഒരു വാക്യത്തെ നമുക്ക് രണ്ടായിട്ട് വിഭജിച്ച് വയ്ക്കാം. ഈ രണ്ട് വിഭാഗം എന്ന് പറയുന്നത്, ആ വാക്യത്തിൽ ഒന്ന് ഒരു പേരായ ശബ്ദമുണ്ട്, മറ്റൊന്ന് ഒരു ജോലി സംബന്ധമായ അല്ലെങ്കിൽ ഒരു ക്രിയാസംബന്ധമായ ഭാഗം രണ്ടാമത്തെ ഭാഗത്തിലുണ്ട്. ആദ്യത്തെ ഭാഗത്തിന് സബ്ജക്റ്റ് ഭാഗമെന്നും സബ്ജക്റ്റ് പാർട്ടെന്നും, രണ്ടാമത്തേതിന് പ്രെഡിക്കറ്റ് പാർട്ടെന്നും ക്രിയാ പാർട്ടെന്നും പറയുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? എ സെൻറ്റൻസ് ക്യാൻ ബി ഡിവൈഡ് ഇൻടു ടു പാർട്സ്. ഫസ്റ്റ് പാർട്ട് ഈസ് ദ സബ്ജക്റ്റ് പാർട്ട് ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് പ്രെഡിക്കറ്റ് പാർട്ട്. സബ്ജക്റ്റ് പാർട്ട് കണ്ടെയ്ൻ എ നൗൺ ഓർ എ പ്രോനൗൺ ആൻഡ് എ പ്രെഡിക്കറ്റ് പാർട്ട് കണ്ടെയ്ൻ എ വെർബ് ഓർ അഡ്വർബ്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, സബ്ജക്റ്റ് പാർട്ടിനെ നെയിമിംഗ് പാർട്ടെന്നും പ്രെഡിക്കറ്റ് പാർട്ടിനെ ടെല്ലിംഗ് പാർട്ടെന്നും പറയുന്നു. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു സെൻറ്റൻസ് കിട്ടിയാൽ ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്, പ്രെഡിക്കറ്റ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഐ വാണ്ട് എ ന്യൂ കാർ. ഐ വോണ്ട് എ ന്യൂ കാർ. ഇതിൽ ഐ എന്നത് സബ്ജക്റ്റാണ്, വാണ്ട് എ ന്യൂ കാർ എന്നത് പ്രെഡിക്കറ്റ് പാർട്ടാണ്. സബ്ജക്റ്റ് പാർട്ട് ഈസ് ഐ ആൻഡ് വാണ്ട് എ ന്യൂ കാർ predicate part. Miss Rupa is taking the class. Miss Rupa is the subject part and is taking the class is the predicate part. The umbrella is blue. The umbrella is the subject part and is blue is the predicate part. ഇവിടെ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റും പ്രെഡിക്കറ്റും പറഞ്ഞു. ഈ സബ്ജക്റ്റും പ്രെഡിക്കറ്റും അതിന് പല ഉപവിഭാഗങ്ങളുണ്ട്. എ ടൈപ്പ് ഓഫ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന് അതിൻ്റെ നാമത്തെ അനുസരിച്ച് അതിൽ പറയപ്പെടുന്ന വ്യക്തിയെ അനുസരിച്ച് മൂന്നായിട്ട് തരംതിരിക്കുന്നു. ദ സബ്ജക്റ്റ് is a part of a sentence that takes about the noun which refers to the person or things doing the action in the form of verb. There are three types of subjects. These are the simple subject, complete subject and compound subject. Simple subject is a part of sentence which has only one subject. ഒരു ഒറ്റ സബ്ജക്റ്റ് മാത്രമുള്ള സെൻറ്റൻസിനാണ് സിമ്പിൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ശ്രീനി പ്ലേയിങ് വയലിൻ ആൻഡ് സിംഗിങ് ദ പാർട്ടി. ഇതിൽ ശ്രീനിയാണ് വയലിൻ വായിക്കുന്നത്, പാട്ട് പാടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഒരു സിമ്പിൾ സബ്ജക്റ്റാണ്. ഇനി രണ്ടാമത്തെ വിഭാഗമായ കംപ്ലീറ്റ് സബ്ജക്റ്റ് നോക്കിയേ. കംപ്ലീറ്റ് സബ്ജക്റ്റ് ഈസ് എ പാർട്ട് ഓഫ് സെൻറ്റൻസ് which has a subject with modifier. ഒരു മോഡിഫയർ ഉള്ള സബ്ജക്റ്റിന് ഒരു മോഡിഫയർ ഉണ്ടായിരിക്കും. ആ സബ്ജക്റ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്ത്
രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ഭാഗം കൂടി ഉണ്ടാകും. അതിനെയാണ് കംപ്ലീറ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ, ദ ഓൾഡ് മാൻ took a deep breath and then started the story. The old man here refers to the complete subject. കംപ്ലീറ്റ് സബ്ജക്റ്റിനെയാണ് റെഫർ ചെയ്യുന്നത്. മൂന്നാമത്തെ വിഭാഗമാണ് കോമ്പൗണ്ട് സബ്ജക്റ്റ്. കോമ്പൗണ്ട് സബ്ജക്റ്റ് ഇസ് എ പാർട്ട് ഓഫ് എ സെൻറ്റൻസ് ഹാസ് 2 or more സബ്ജക്റ്റ് ജോയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കൺജങ്ഷൻ. ഒരു കൺജങ്ഷൻ, ഒരു ഘടകം ബന്ധിപ്പിക്കുന്ന ഒന്നോ അതിൽ കൂടുതലോ രണ്ടോ അതിൽ കൂടുതലോ സബ്ജക്റ്റുകൾ ഉള്ളതാണ് കോമ്പൗണ്ട് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയാൽ, ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ആർ മൈ ഫേവറേറ്റ് സ്പോർട്സ്. ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ആർ two nouns which are connected with a conjunction and. So this subject is termed as compound subject. മൂന്ന് തരത്തിലുള്ള സബ്ജക്റ്റാണ് പറഞ്ഞത്. സിമ്പിൾ സബ്ജക്റ്റ്, കംപ്ലീറ്റ് സബ്ജക്റ്റ്, കോമ്പൗണ്ട് സബ്ജക്റ്റ്. അതായത് ഒരു സബ്ജക്റ്റ് മാത്രമാണെങ്കിൽ സിമ്പിൾ സബ്ജക്റ്റ്, ഒരു സബ്ജക്റ്റും അതിനൊരു മോഡിഫയറും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് സബ്ജക്റ്റ്, രണ്ടിൽ കൂടുതൽ സബ്ജക്റ്റുകളെ ഒരു കൺജക്ഷൻ കൊണ്ട് ജോയിൻ ചെയ്യുമ്പോൾ അത് കോമ്പൗണ്ട് സബ്ജക്റ്റായി. അറ്റ് ദ സെയിം വേ predicate can be divided into 3: simple predicate, complete predicate and compound predicate. Predicate is the telling part of a sentence. ഒരു സെൻറ്റൻസിലെ ടെല്ലിംഗ് പാർട്ടാണ് predicate. സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്തതുപോലെ തന്നെ predicate-നെ 3 ഡിവൈഡ് ചെയ്യുന്നു. Simple predicate is a part of a sentence has only a verb. ഒരു ക്രിയ മാത്രമേ ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുകയുള്ളൂ. The dog is barking is an example. Is barking is the part of the sentence which denote predicate. Then complete predicate is a part of a sentence has verb with a modifier. ഇവിടെ വെർബിന് ഒരു മോഡിഫയർ ഉണ്ടാകും, അതുകൊണ്ട് അതിനെ കംപ്ലീറ്റ് പ്രെഡിക്കറ്റ് എന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ശ്രീനി ആൻഡ് ഹിസ് സിസ്റ്റർ നെവർ വാണ്ടഡ് കോസ്റ്റ്ലി ഗിഫ്റ്റ് ബട്ട് പ്രിഫേർഡ് സിമ്പിൾ തിങ്സ്. അതാണ് അവിടെ ഒരു മോഡിഫയർ ആയിട്ട് വന്നിരിക്കുന്നത്. ദെൻ കോമ്പൗണ്ട് പ്രെഡിക്കറ്റിൽ, കോമ്പൗണ്ട് പ്രെഡിക്കറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സെൻറ്റൻസ് has 2 or more verbs with a conjunction. രണ്ടോ അതിൽ കൂടുതലോ വെർബ്സ് ഉണ്ടാകും, ഒരു കൺജങ്ഷൻ കൊണ്ട് കണക്ട് ചെയ്തിരിക്കും. അത്തരം പ്രെഡിക്കേറ്റാണ് കോമ്പൗണ്ട് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. I love the way he plays the guitar, but his singing makes my ears bleed. Here but is used as a conjunction. അതാണ് ഇവിടെ നമ്മൾ ഈ കോമ്പൗണ്ട് പ്രെഡിക്കേറ്റിന് എക്സാമ്പിളായിട്ട് കണ്ടത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സെൻറ്റൻസിനെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു പ്രെഡിക്കേറ്റ് ഉണ്ട്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് നെയിമിംഗ് പാർട്ടാണ്, പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ടെല്ലിംഗ് പാർട്ടാണ്. ഈ സബ്ജക്റ്റിനെ അതിലെ നൗണിൻ്റെ അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ എണ്ണം അനുസരിച്ച് അതിനെ സിമ്പിൾ സബ്ജക്റ്റ് എന്നും കോമ്പൗണ്ട് സബ്ജക്റ്റ് എന്നും കംപ്ലീറ്റ് സബ്ജക്റ്റ് എന്നും പറയുന്നുണ്ട്. സിമ്പിൾ സബ്ജക്റ്റിൽ ഒരൊറ്റ സബ്ജക്റ്റേ കാണൂ. കംപ്ലീറ്റ് സബ്ജക്റ്റിൽ ഒരു സബ്ജക്റ്റും കാണും, ഒരു മോഡിഫയറും കാണും. കോമ്പൗണ്ട് സബ്ജക്റ്റിൽ 2 അതിൽ കൂടുതലോ സബ്ജക്റ്റ് കാണും, ഒരു കൺജങ്ഷൻ കൊണ്ട് അതിനെ കണക്ട് ചെയ്തിരിക്കുകയും ചെയ്യും. അതുപോലെയാണ് പ്രെഡിക്കേറ്റ്. 3 തരത്തിലാണ്. സിമ്പിൾ പ്രെഡിക്കേറ്റ് ഉണ്ട്, ആ പ്രെഡിക്കേറ്റിൽ ഒരു വെർബ് മാത്രമേ കാണൂ. കംപ്ലീറ്റ് പ്രെഡിക്കേറ്റിൽ ഒരു വെർബ് കാണും, അതിനൊരു മോഡിഫയറും കാണും. മൂന്നാമത്തെ വിഭാഗമായ കോമ്പൗണ്ട് പ്രെഡിക്കേറ്റിൽ അതിൽ
രണ്ടോ അതിൽ കൂടുതലോ വെർബ്സ് കാണും. ഒരു കഞ്ചക്ഷൻ കൊണ്ട് അതിനെ കണക്ട് ചെയ്തിരിക്കും. ഇതാണ് ഒരു വാക്യത്തിൻ്റെ ഘടന. ഇനിയാണ് നമ്മൾ കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസ് കണ്ടു, അതിന് 2 ഭാഗമുണ്ടെന്ന് കണ്ടു, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടെന്ന് കണ്ടു. പക്ഷേ ഒരു വാക്യത്തിൽ നേരത്തെ പറഞ്ഞു, എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്, അല്ലേ? അപ്പോൾ ഒരു പൂർണ്ണ ആശയം തരുന്ന ഒരു കൂട്ടം വാക്കുകൾ ചേരുന്നതാണ് ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൂട്ടം വാക്കുകൾ ഇതിനകത്ത് വരണമെങ്കിൽ ആ ഓരോ വാക്കുകൾക്കും ഓരോ റോളുണ്ട്, ഓരോ ധർമ്മമുണ്ട്. ഈ ധർമ്മമനുസരിച്ച് വാക്കുകളെ, ഒരു സെൻറ്റൻസിലെ വാക്കുകളെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും 8 ഭാഗങ്ങളായിട്ടാണ് ഇവയെ തരംതിരിച്ചിരിക്കുന്നത്. അതിന് ആണ് ശബ്ദവിഭാഗങ്ങൾ എന്ന് പറയും. ഒരു സെൻറ്റൻസിലെ പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഓരോ സെൻറ്റൻസിലെയും വാക്കുകളുടെ ധർമ്മം അനുസരിച്ചാണ്, റോൾ അനുസരിച്ചാണ്, ഓരോ വാക്കും കൈക്കൊള്ളുന്ന റോൾ അനുസരിച്ചാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എവറി വേർഡ് ഈസ് കാൾഡ് എ പാർട്സ് ഓഫ് സ്പീച്ച്. എല്ലാ വാക്കിനും, ഓരോ വാക്കിനെയും പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ് പറയുക. ദ റോൾ എ വേർഡ് പ്ലേസ് ഇൻ എ സെൻറ്റൻസ് ഡിനോട്ട്സ് വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഇറ്റ് ബിലോങ്സ് ടു. അതാണ്. അപ്പോൾ അങ്ങനെ വാക്കുകളെ തരംതിരിച്ച് 8 ഭാഗങ്ങളായിട്ട് ഒരു സെൻറ്റൻസിലെ വാക്കുകളെ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഓരോ ഓമന പേരുകളുണ്ട്. അതിൻ്റെ പേരുകളാണ് നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജെക്ഷൻ. ഇങ്ങനെ ഈ 8 ഘടകങ്ങൾ കൂടാതെ വാക്കുകളെ കൂട്ടി യോജിപ്പിക്കുന്നതിനും അർത്ഥസമ്പുഷ്ടമാക്കുന്നതിനും വേണ്ടി 9ാമത് ഒരാൾ കൂടി ഉണ്ട്. ആ ആളിന് പറയുന്ന പേരാണ് ആർട്ടിക്കിൾസ്. എ, ആൻ, ഓർ, ദി. എ, ആൻ, ഓർ, ദി ഈ എയും ആനും ദിയും ചേരുന്ന 3 ആളൂടെ ചേരുന്ന അതിന് ആ ഒരു ഗ്രൂപ്പാണ് ആർട്ടിക്കിളിൽ വരിക. അപ്പോൾ ഇങ്ങനെ 9 ഭാഗങ്ങൾ ഒരു വാക്യത്തിലുണ്ട്. ഇത് വിശദമായി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കണം. പിന്നെ ഞാൻ പറയുന്ന ഇനിയുള്ള ക്ലാസ്സുകൾ നഷ്ടപ്പെടാതെ എല്ലാവരിലേക്കും എത്താൻ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കൃത്യമായി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്.